അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവപ്രസാദം ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു മിനിറ്റ് നമുക്കൊന്ന് ചിന്തിച്ചു കളയാം. നാസ്തികത അല്ലെങ്കിൽ ദൈവം വിശ്വാസം ഇല്ലായ്മ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ അതിനേക്കാൾ ഭയങ്കരമാണ് ഒരുമാതിരി മതത്തിൽ തന്നെ വിശ്വാസമുണ്ട്, അതിൽ കംപ്ലീറ്റ് ആയിട്ട് വിശ്വാസമില്ല, പാതി മതത്തിൽ വിശ്വസിക്കുക. അതാണ് ഇപ്പോൾ കൂടുതലും നടക്കുന്നത്. ഡിൻ ഇഞ്ചിൻ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഒരിക്കൽ പറഞ്ഞു, the greatest enemy of high religion is not irreligion but low religion. The greatest enemy of high religion is not irreligion but low religion. അതാണ് ഇപ്പോൾ നടക്കുന്നത്. കൈകൊട്ടി ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം കൈ വെട്ടി ദൈവത്തെ നിന്ദിക്കുക മതത്തിന്റെ പേരിൽ. അതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. പീഡനം എന്ന് പറയുന്നത്, ഞങ്ങൾ പീഡനവാരം എന്ന് കേട്ടിട്ടുണ്ട്, സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പീഡനത്തിന് വേറെ അർത്ഥമൊക്കെയാണ്. മലയാളം വളരുന്നു മൈക്കിൽ കൂടി. നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. എന്തുകൊണ്ടാണ് ഇത്തരം പ്രവണതകൾ വളർന്നു വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം പ്രവണതകൾ വളർന്നു വരുന്നത്? ശരിക്കും ദൈവവിശ്വാസം ഇല്ലായ്മയായിട്ടാണ്, ഇല്ലാത്തത് കൊണ്ടാണ്. 1886 ഡിസംബർ 24 വൈകുന്നേരം സ്വാമി വിവേകാനന്ദൻ പശ്ചിമ ബംഗാളിലുള്ള സ്വാമി പ്രേമാനന്ദന്റെ നാട്ടിൽ വെച്ച് സകല സന്യാസിമാരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ക്രിസ്തുവിന്റെ മഹത്വം എന്താണ്, എന്താണ് ക്രിസ്തു പഠിപ്പിച്ചത്, അത് അദ്ദേഹം എല്ലാ സ്വാമിമാരെയും ഡിസംബർ 24 പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല, ക്രിസ്തുദേവന്റെ ഫോട്ടോയുടെ മുമ്പിൽ ക്രിസ്മസ് കേക്ക് വെച്ചു. പുൽക്കൂടും അതിന്റെ കൂടെയുള്ള ക്രിസ്മസ് ട്രീയും അദ്ദേഹം തന്നെ അത് അലങ്കരിച്ചു. എന്നിട്ടാണ് ക്രിസ്തുവിന്റെ പ്രവചനം അദ്ദേഹം അവരെ പഠിപ്പിച്ചത്. അത് ഇന്നും തുടരുന്നുണ്ട്. 2013 പോലും എല്ലാ സ്വാമി മഠത്തിലും അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ പ്രവചനം അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ അഹിംസയുടെ ആദ്യത്തെ സന്ദേശം, ഈ വർഷത്തെ ക്രിസ്മസ് സന്ദേശം, പാലായ്ക്ക് അടുത്തുള്ള അരുണാപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്വാമിയുടെ നേതൃത്വത്തിലുള്ള വിവേകാനന്ദ സ്വാമിയുടെ മഠത്തിൽ സ്വാമി വാമദേവാനന്ദനാണ് ഇപ്പോൾ അവിടുത്തെ പ്രധാന കർമ്മചാരി. അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം ഇന്നലെ ശരിക്കും അവിടെ ക്രിസ്മസ് ആഘോഷിച്ചു. പ്രസാദമായിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കേക്ക് മുറിച്ചിട്ട് എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നു. അതാണ് ക്രിസ്തു അല്ലെങ്കിൽ സ്വാമി ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അദ്ദേഹം പറഞ്ഞത് ക്രിസ്തുവും കൃഷ്ണനും ഒന്നിച്ചു വളരുന്ന നാടെന്നാണ് ഭാരതത്തെ കുറിച്ച് അന്ന് വിവേകാനന്ദൻ പറഞ്ഞത്. 1886 ക്രിസ്തുവും കൃഷ്ണനും ഒന്നിച്ചു വളരുന്ന നാട്, ഒന്നിച്ച് ജീവിക്കുന്ന നാട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളായിട്ടുള്ളവർക്കല്ല, അല്ലാത്തവർക്കും അറിയാം, ഗോശാല ശ്രീകൃഷ്ണൻ എന്നാണ് പറയുന്നത്. സംതിങ് അസോസിയേറ്റഡ് വിത്ത് ആടുകൾ അല്ലെങ്കിൽ ലാംസ്. ക്രിസ്തു ദേവൻ ജനിച്ചതും ബേദൽഹേമിൽ ശരിക്കും ടൗണിലല്ല, താഴ്വരയിൽ, ബെത്സൂർ എന്ന് പറയുന്ന താഴ്വരയിലാണ് ആട്ടിടയന്മാര് ഒന്നിച്ചവിടെ കൂട്ടിയിട്ട് അവരവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. ഈ ആടുകളെ അടുത്ത ദിവസം യെരുശലേം ദേവാലയത്തിൽ യാഗം കഴിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ക്രിസ്തുദേവൻ അവരുടെ നടുക്ക് ജനിച്ചത്. വൈക്കോലിൻ മെത്തയിൽ ജനിച്ചു. അത് നമ്മളിവിടെ കണ്ടായിരുന്നല്ലോ. മാലാഹമാർ അവിടുത്തെ കുബേരന്മാരായിട്ടുള്ള പ്രഭുക്കന്മാർക്ക് ഇൻഫോം ചെയ്തില്ല, അവരെ അറിയിച്ചില്ല. സാധാരണക്കാരായ ആട്ടിടയന്മാരെ അംഹറാസ് എന്ന് പറയും. അതായത് മണ്ണിന്റെ മക്കൾ, ഏറ്റവും താഴ്ന്ന ആൾക്കാരെന്നാണ് അതിന്റെ അർത്ഥം. അംഹറാസ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ഏറ്റവും താഴ്ന്ന മണ്ണിന്റെ മക്കൾ. അവർക്കാണ് മാലാഹമാർ പ്രത്യക്ഷപ്പെട്ടിട്ട്
ലോക ചരിത്രത്തെ കീഴ്മേൽ മറിച്ച ആ സംഭവത്തിന് ദൃക്സാക്ഷികളാകാൻ അവരോടാണ് പറഞ്ഞത്. അവരാണ് ആദ്യമായിട്ട് ചെന്നിട്ട് അവരെ വണങ്ങിയത്. അത് തന്നെയാണ് ഗോശാല ശ്രീകൃഷ്ണന്റെയും കഥ. ആ കാരണത്താലാണ് സ്വാമി വിവേകാനന്ദൻ കൃഷ്ണനെയും ക്രിസ്തുവിനെയും ഒന്നിച്ചു കണ്ടത്. ഇന്നും അത് ഘോഷിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ പൂർണ്ണ നിയന്ത്രണം വിധേയമായിട്ടുള്ള ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വരേണ്ടിയിരിക്കുന്നു. അതാണ് ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യം. അത് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ശരിക്കും മനുഷ്യനെ ക്രിസ്തു ദൈവം എങ്ങനെ മനുഷ്യനെ മനസ്സിലാക്കി കൊടുക്കാം എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കി കൊടുത്ത പ്രവാചകനാണ്, അല്ലെങ്കിൽ പുണ്യാത്മാവാണ് യേശുക്രിസ്തു എന്ന് വിവേകാനന്ദൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്ദേശം. ദൈവരാജ്യം അതാണ്. ഇരുട്ടിൽ സഞ്ചരിക്കാൻ ആരും ഇഷ്ടപ്പെടത്തില്ല. യൂദ ഇരുട്ടിൽ സഞ്ചരിച്ചു. ദൈവത്തിന്റെ വെളിച്ചം ഉണ്ടായിരുന്നെങ്കിലും ഇരുട്ടിനെ അവൻ സ്നേഹിച്ചു. അതിന്റെ അന്ത്യം അവൻ അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കലും ഇരുട്ടിനെ സ്നേഹിക്കരുത്. അതാണ് ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യം. ഒരിക്കലും അണയ്ക്കാനാവാത്ത ആ പ്രകാശം അത് നീണാൾ വാഴട്ടെ. അതെന്നും എന്നും ലോകത്തിന് സമ്മാനമായിട്ടും അല്ലെങ്കിൽ വെളിച്ചമായിട്ടും തീരട്ടെ എന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഞാൻ ആശംസിക്കുന്നു. അഹിംസയ്ക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു വെരി മച്ച്.